വചനമൊഴി നവംബർ 27. വചനഭാഗം 1 പത്രോസ് 1:3-7, യോഹന്നാന്റെ സുവിശേഷം 17:12-19. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഞാൻ അവരോടുകൂടിയായിരുന്നപ്പോൾ അങ്ങനെക്ക് നൽകിയ അവരെ അങ്ങേ നാമത്തിൽ ഞാൻ സംരക്ഷിച്ചു. ഞാൻ അവരെ കാത്തു സൂക്ഷിച്ചു. ലിഖിതം പൂർത്തിയാകാൻ വേണ്ടി നാശത്തിന്റെ പുത്രനല്ലാതെ അവരിൽ ആരും നഷ്ടപ്പെട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇതാ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. ഇതെല്ലാം ലോകത്തിൽ വെച്ച് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ സന്തോഷം അവരിൽ പൂർണ്ണമായി ഉണ്ടാകേണ്ടതിനാണ്. അവിടുത്തെ വചനം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. എന്നാൽ ലോകം അവരെ ദ്വേഷിച്ചു. എന്തെന്നാൽ ഞാൻ ലോകത്തിൻ്റെതല്ലാത്ത പോലെ അവരും ലോകത്തിൻ്റെതല്ല. ലോകത്തിൽ നിന്ന് അവരെ അവിടുന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമെന്നാണ് ഞാൻ യാചിക്കുന്നത്. ഞാൻ ലോകത്തിൻ്റെതല്ലാത്ത പോലെ അവരും ലോകത്തിൻ്റെതല്ല. അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ വചനമാണ് സത്യം. അങ്ങനെ ലോകത്തിലേക്ക് അയച്ച പോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, തിരുവചനത്തിൽ നാം ശ്രവിക്കുന്നത് ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയാണ്. ഈശോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവർ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടണം എന്നാണ്. വചനമാണ് സത്യമെന്നും തിരുവചനം പറയുന്നു. വചനത്തെ സ്വീകരിച്ച് വചനം ജീവിതത്തിലൂടെ ജീവിക്കുക എന്ന് പറയുമ്പോൾ ഈശോയെ അനുകരിക്കുക എന്നാണ്. ഈശോയാണ് സത്യവചനം. അനുദിന ജീവിതത്തിൽ ഈശോയെ അനുകരിച്ചുകൊണ്ട് വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ നമുക്ക് സാധിക്കും. ഈശോയുടെ വചനങ്ങൾക്ക് ജീവിതത്തിൽ 1-ാം സ്ഥാനം നൽകുന്നതിനും വാക്കിലും പ്രവർത്തികളിലും ഈശോയെ അനുഗമിക്കുന്നവരും അവിടുത്തെ അനുകരിക്കുന്നവരുമായി മാറുവാൻ, അപ്രകാരം ദൈവവചനാനുസൃതമായ ജീവിതത്തിലൂടെ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.